ൊക്കെ നമ്മൾ കേട്ട ചില വാർത്തകളുണ്ട്. അത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. മുൻപൊക്കെ അത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്നുകിൽ മിഡിൽ ഈസ്റ്റ്, ദുബായ് അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ വിട്ട് റഷ്യയിലേക്ക് പോയ 2 യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമായ സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കംബോഡിയയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലായ 2 യുവാക്കളെ കുറിച്ചാണ്. 2 മലയാളികളാണ് ഈ സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ളത്. വിദേശത്ത് ജോലിക്കെന്ന് പറഞ്ഞ് ഏജൻസികൾ നടത്തിയ തട്ടിപ്പിലൂടെയാണ് മലപ്പുറം കൊളപ്പുറം സ്വദേശികളായ യുവാക്കൾ ഈ കംബോഡിയയിൽ എത്തിയത്. ആളുകളെ സാമ്പത്തിക തട്ടിപ്പിൽ കുടുക്കാനായാണ് ഇവരെ ഉപയോഗിക്കുന്നത്. രക്ഷപ്പെടാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ച് യുവാക്കൾ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചു. 1 മാസം മുൻപ് ട്രാവൽ ഏജന്റുമാർ വഴി തായ്ലൻഡിലെ പാക്കിംഗ് യൂണിറ്റിലേക്കെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ യുവാക്കൾ പുറപ്പെട്ടത്. തായ്ലൻഡിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ കംബോഡിയയിലെത്തി. ഡാറ്റ എൻട്രിക്കായാണ് ആദ്യം യുവാക്കളെ ഉപയോഗിച്ചതെങ്കിലും തങ്ങൾ വൻ തട്ടിപ്പ് റാക്കറ്റിന്റെ പിടിയിലായെന്ന് പിന്നീട് യുവാക്കൾക്ക് ബോധ്യമായി. കേരളത്തിൽ ഉൾപ്പെടെ ഫോൺ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്താനായാണ് യുവാക്കളെ ഉപയോഗിക്കുന്നത്. പക്ഷേ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറയുന്നു. എപ്പോഴും നിരീക്ഷണത്തിലാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. നിരീക്ഷിക്കാൻ നിർത്തിയിരിക്കുന്നവരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ഇടപെടണമെന്നപേക്ഷിച്ച് യുവാക്കൾ കഴിഞ്ഞ ദിവസം സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചു. ഒരാളെ ഫോണിൽ നിന്ന് മാറി നിങ്ങളെ നമ്പർ തേടി പിടിച്ചുകൊണ്ട് മെസ്സേജ് വിടുകയാണ്. ഇനി അടുത്ത മെസ്സേജ് വിടാൻ നമ്മൾ ഉണ്ടാവും തന്നെ അറിയില്ല. പിന്നെ ഇതെന്താ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞാൽ വെച്ചാൽ ഇതെങ്ങാനും ലീക്കായി പോയി നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വന്നാൽ പിന്നെ പോലെ നമ്മളെ വെക്കൂല. അങ്ങനത്തെ സീനാണ് നമ്മൾ കാണാനുണ്ട്. ഇവിടുത്തെ കമ്പനി ചൈനക്കാരാണ് ഇവർ, ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് അവരെ പറയലെന്നെ. നമ്മളിങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. എന്താ ചെയ്യുക? ഇവിടുന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടും. നിങ്ങൾ ഇൻകാസ് വഴി എന്താ MP-മാരോട് സംസാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല. രക്ഷപ്പെടാനോ പരാതിപ്പെടാനോ ശ്രമിക്കുന്നവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി യുവാക്കൾ പറയുന്നു. മാലിന്യം സൂക്ഷിക്കുന്ന ഏക്കർ കണക്കിനുള്ള പ്രദേശത്താണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞവരെ പിന്നെ കണ്ടിട്ടില്ലെന്നും അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നുമാണ് യുവാവ് പറയുന്നത്. തങ്ങളുടെ വിവരം പുറത്തുവിടരുതെന്ന യുവാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് വാർത്തയിൽ ഞങ്ങൾ ഇവരുടെ മുഖം മറയ്ക്കുന്നത്. ഈ യുവാവിനെ ബന്ധപ്പെടാൻ പോലും കഴിയാത്തതിന്റെ ആശങ്കയിലാണ് സഹോദരി. ഇവിടെ എന്തൊക്കെയോ വേറെ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ തോന്നണത്. നമ്മളത്തെ കാര്യത്തിലാക്കിയില്ല ആദ്യം. പിന്നെ എന്നും വിളിക്കുമ്പോൾ തന്നെ പറയല് ഇവിടെ കുടുങ്ങിയതാണ്, ഇവിടെ നമ്മളെ പെടുത്തിയതാണ് ഇവര്, പിന്നെ അവരങ്ങോട്ട് ആരോ വിറ്റതാണ് എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും നല്ല ബേജാറായി. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വിളിയില്ല. കൊണ്ടുപോയ ഏജന്റ് അവിടെ വിറ്റതാണെന്നാണ് പറയുന്നത്. ക്യാമ്പിൽ 100ഓളം ഇന്ത്യക്കാരുണ്ടെന്നും അതിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് യുവാവിൽ നിന്ന് വീട്ടുകാർക്ക് ലഭിച്ചത്. സഹോദരനെ രക്ഷപ്പെടുത്താൻ അധികൃതരുടെ ഇടപെടൽ തേടുകയാണ് ബന്ധുക്കൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.